പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 10 വാക്യം. Exodus chapter 34 and verses 10. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 10 വാക്യം. അതിന് അവൻ അരുളിച്ചത് എന്തെന്നാൽ, ഞാൻ ഒരു നിയമമുണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ആമേൻ. സ്തോത്രം. ഇനി 33 അധ്യായം, പുറപ്പാട് പുസ്തകം 33 അധ്യായം, അതിൻ്റെ 11 13 വാക്യങ്ങൾ. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിന്റെ വഴി എന്നെ അറിയിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ഒന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ദൈവം എപ്പോഴും വ്യക്തി ജീവിതങ്ങളെ, ഇൻഡിവിജ്വൽസിനെ ആമേൻ ഒരു സാധാരണ നിലയിൽ നിന്ന് ഒരു അസാധാരണ നിലയിൽ വളർത്തുന്നതാണ് ദൈവിക വഴികൾ. രാമൻ പറഞ്ഞാട്ടെ. തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പല സംഭവങ്ങളുണ്ട്, പല ചരിത്രങ്ങളുണ്ട്. ഈ സംഭവങ്ങളും ചരിത്രങ്ങളും എല്ലാം സംഭവിക്കുന്നത് ഓരോ വ്യക്തികളുടെ ചുറ്റുമാണ്. There is always a personality around it. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞ് സാധാരണ ഒരു നിലയിൽ നിന്ന് ആ വ്യക്തി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തനാണ് എന്ന് കണ്ടു കഴിയുമ്പോൾ ആ വ്യക്തിയെ ദൈവം പടിപടിയായി ഉയർത്തുന്ന ഒരു ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ്. സ്തോത്രം. ആ ഒരു വളർച്ചയിൽ സംഭവങ്ങൾ എസ്റ്റാബ്ലിഷായി മാറും, ചരിത്രങ്ങൾ എസ്റ്റാബ്ലിഷായി മാറും. പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളും ഈ യുദ്ധങ്ങളും നടന്ന ഓരോ ഇവന്റ്സും ഒക്കെ ആ ഇവന്റ്സിനെ പ്രാധാന്യപ്പെടുത്താനല്ല തിരുവചനത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ അവിടെ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കാണിക്കാനാണ് തിരുവചനത്തിൽ ആ സംഭവങ്ങൾ പോലും എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തിയത് സ്തോത്രം ആ ഒരു ചരിത്രം പറയാനല്ല തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാരനായ ദാവീദിനെ ദൈവം പടിപടിയായി ഉയർത്തി അവന് ദൈവം കൊടുത്ത ആ അസാധാരണമായ ബലം, അഭിഷേകം, അത് എന്താണ് എന്ന് കാണിക്കുവാനാണ് സ്തോത്രം ഗോലിയാത്തിന്റെ ചരിത്രം പോലും തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതം എടുത്തോ, സ്തോത്രം, യാക്കോബിന്റെ ജീവിതം എടുത്തോ, ദൈവം ഉപയോഗിച്ച ഓരോ പാത്രങ്ങളുടെ ദൈവ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇന്റൻഷൻ ഒരു സംഭവത്തെ കാണിച്ചു കൊടുക്കാനല്ലായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്നാൽ ഒരു വ്യക്തിയെ ദൈവം എന്തുമാത്രം മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കാനായിരുന്നു ദൈവത്തിന്റെ ഒരു ആഗ്രഹം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ആ വ്യക്തി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ വ്യക്തി ദൈവകരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആ സമർപ്പണത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവങ്ങൾ സംഭവിക്കും. He will become part of events. കാരണം ദൈവം ആ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. രാമൻ പറഞ്ഞാട്ടെ. എന്നാൽ ദൈവം എപ്പോഴും ചിന്തിക്കുന്നതും എപ്പോഴും പ്രവർത്തിക്കുന്നതും ഒരു സംഭവത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല. ദൈവം എപ്പോഴും കരുതുന്നത് ഒരു വ്യക്തിയെ മാറ്റാനാ. ആ കൈ ഒന്ന് നെഞ്ചത്തോ വെച്ച് പറഞ്ഞാട്ടെ. സ്തോത്രം. എൻ്റെ അവസ്ഥ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ കാര്യങ്ങൾക്കൊരു വ്യത്യാസം കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ വിശ്വാസത്തോട് വിളിച്ചു പറഞ്ഞാട്ടെ. സ്തോത്രം. അവൻ ആ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്തോത്രം, കർത്താവ് എന്നെ കരുതുന്ന ദൈവമാ. ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ ലൈഫ്. അവൻ എൻ്റെ ജീവിതത്തെ കരുതിക്കൊണ്ട് സ്തോത്രം അവൻ കാര്യങ്ങൾക്കൊരു വ്യത്യാസം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ കാര്യങ്ങൾക്ക് വ്യത്യാസം നിന്നിൽ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, യു വിൽ ബിക്കം പാർട്ട് ഓഫ് സം ഇവന്റ്സ്. ചില സംഭവങ്ങളുടെ സ്തോത്രം കാതലായ പുരുഷനായി നീ മാറും. ആ വിഷയം, ആ ഇവന്റ്, ആ സംഭവം നിന്നിൽ കൂടെ അല്ലാതെ വേറെ ഒരു വ്യക്തിയെ കൊണ്ട് പോലും സംഭവിക്കാത്ത പോലെ ദൈവം മാറ്റാൻ ശക്തനായ ദൈവമാ.
Because he's interested in someone who is yielding to God. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ കരങ്ങളിൽ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ സ്തോത്രം അറിയാം, ഓരോ ദിവസവും സ്തോത്രം ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ സ്തോത്രം നമുക്കറിയാം how much he likes to develop the personality that is inside you. നിന്റെ അകത്തുള്ള ദൈവിക പുരുഷനെ വളർത്താൻ ദൈവത്തിന് എന്തുമാത്രം ഇഷ്ടമാണ് എന്നൊന്ന് മനസ്സിലാകാം. He likes it, he longs for it. സ്തോത്രം. ഇന്ന് ദൈവം അനുഗ്രഹിക്കുന്ന ആളുകൾ, വ്യക്തികൾ ആരാണ്? സ്തോത്രം. ദൈവം ഒരിക്കൽ പോലും പക്ഷപാതമുള്ള വ്യക്തിയല്ല. ഒരു ചില മാത്രം അനുഗ്രഹിച്ചു പോകുവാനില്ല. ദൈവം അനുഗ്രഹിക്കുന്ന വ്യക്തികൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാ. പരിശുദ്ധാത്മാവേ എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളെയാണ് സ്തോത്രം ദിനംതോറും ദൈവം പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയാണ് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സമർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം കാര്യങ്ങൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. How much things he wants to develop in your life. സ്തോത്രം. നമ്മൾ ഇന്ന് വായിച്ച വചനത്തിൽ സ്തോത്രം 2 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് 34 അധ്യായത്തിന്റെ 10 വാക്യം, പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരു നിയമം ഉണ്ടാക്കും ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. സർവ്വജനങ്ങളുടെ മുമ്പാകെ ഞാൻ ചെയ്യും. സ്തോത്രം. ഇതുവരെ സംഭവിക്കാത്ത ചില അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ. രാമൻ പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ പ്രവർത്തികൾ. The acts of God. ദൈവത്തിന്റെ പ്രവർത്തികൾ. സ്തോത്രം. ദൈവം മോശയോട് പറയാണ്, ഇതുവരെയും സംഭവിക്കാത്ത ചിലത് ഞാൻ നിന്നെ കൊണ്ട് ചെയ്യും. രാവിലെ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? സ്തോത്രം. ആ മോശ എന്ന പേരൊന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ പേരൊന്ന് ചേർത്താൽ ഇന്ന് രാവിലെ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? സ്തോത്രം. ആമേൻ. എന്നെ കൊണ്ട് കർത്താവ് ഇതുവരെയും സംഭവിക്കാത്ത ചില പ്രവർത്തികൾ ദൈവം ചെയ്യും. വിശ്വസിക്കാമോ? സ്തോത്രം. ഇന്ന് രാവിലെ സ്തോത്രം ദൈവം ചിലതിനെ അതുപോലെ ഒന്ന് ഉയർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ചില ജീവിതത്തിൽ അതുപോലത്തെ ചില രൂപാന്തരങ്ങൾ കൊണ്ടുവരുവാനാണ് ഇത് കാലം ദൈവം ആഗ്രഹിക്കുന്നത്. ചില സാധാരണക്കാരനായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മോശയോട് ദൈവം സംസാരിച്ചുവെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, അവൻ ആർക്കും പക്ഷപാതമുള്ള ദൈവമല്ല. He is not a God of partition. He will come down to anyone's life. Amen. സ്തോത്രം. അവൻ ആരുടെയും ജീവിതത്തിൽ കടന്നു വന്നു ഇന്ന് വരെയും ലോകത്തിൽ ചെയ്യാത്ത ചിലത് ഞാൻ നിന്റെ ജീവിതത്തിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് രാവിലെ ഒന്ന് ഗ്രഹിക്കുക, ആ ഒരു വാഗ്ദത്തത്തിന്റെ ശക്തി ഒന്ന് ഗ്രഹിച്ചെടുത്തേ. സ്തോത്രം. ആമേൻ. ഇതുവരെ സംഭവിക്കാത്ത ചില സംഭവങ്ങൾ, ലോകത്തിൽ സംഭവിക്കാത്ത ചില സംഭവങ്ങൾ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾ കൂടെ ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ ജീവിതത്തിൽ കൂടെ കർത്താവ് അത് ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഗോഡ്സ് ആക്ട്. സ്തോത്രം. അതേ സമയത്ത് മറ്റൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നു 33 അധ്യായത്തിൽ. സ്തോത്രം. ആ പുറപ്പാട് പുസ്തകം 33 അധ്യായം ഒന്ന് എടുത്താട്ടെ. അതിന്റെ 13 വാക്യം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. സ്തോത്രം. ഒന്ന് ദൈവത്തിന്റെ പ്രവൃത്തി, ഒന്ന് ദൈവത്തിന്റെ വഴി. ഇന്ന് രാവിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാ, the ways of God and the acts of God. സ്തോത്രം. മോശ പറഞ്ഞു, എനിക്ക് നിന്റെ പ്രവൃത്തി, മോശ പറഞ്ഞത് എനിക്ക് നിന്റെ വഴികൾ ഒന്ന് കാണിക്കണമേ എന്ന്. സ്തോത്രം. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ പ്രവൃത്തികളെ കാണിക്കാമെന്ന്. സ്തോത്രം. 2 things. ഇസ്രായേൽ ജനങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം ദൈവത്തിന്റെ പ്രവൃത്തി കാണാനായിരുന്നു. സ്തോത്രം. അവർ ആഗ്രഹിച്ചിരുന്നത് ഒരത്ഭുതം കഴിഞ്ഞ് അടുത്തൊരു അത്ഭുതം കണ്ടുകൊണ്ടിരിക്കാനായിരുന്നു അവരുടെ ഇഷ്ടം. രാമൻ പറയാമോ?
സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാൻ ആഗ്രഹിച്ച ജനങ്ങൾക്ക് ദൈവം അത്ഭുതങ്ങളുടെ ലെവലിൽ മാത്രം ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മോശ അത്ഭുതങ്ങൾക്ക് അപ്പുറമായിരുന്നു അവന്റെ ആഗ്രഹം. അവൻ ആഗ്രഹിച്ച ഒരു ആഗ്രഹമുണ്ട്. ആമേൻ, സ്തോത്രം. എനിക്ക് ദൈവപ്രവൃത്തി കിട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. മോശ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ വഴി ഒന്ന് കാണണം. ആ വാക്യം വീണ്ടും വായിച്ചാട്ടെ, 33-ാം അധ്യായത്തിന്റെ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. 34-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഒരു വ്യക്തിയുടെ ഇന്റൻഷൻ ആണ് ഈ വചനം പറഞ്ഞു തരുന്നത്. മോശയുടെ ആഗ്രഹം, സ്തോത്രം, ആമേൻ, എന്നെ വഴി കാണിക്കണം. 2, ഞങ്ങളുടെ കൂടെ നടക്കണം. സ്തോത്രം. എന്താണ് ഈ വഴിയും ഈ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ പഠിക്കാം. ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ഒന്ന്, ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കരമാണ്. ഇറ്റ് ഷോസ് ദ മൈറ്റി ഹാൻഡ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കരമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. സ്തോത്രം. അസാധ്യങ്ങൾ എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ കരമാ. എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതമായ ഒരു വഴി തുറക്കുന്ന കാണുമ്പോൾ, സ്തോത്രം, നമുക്കറിയാം ഇത് മനുഷ്യനെ കൊണ്ട് തുറന്ന വഴിയല്ല, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. ഗോഡ് വാസ് ഇൻ ദിസ്. സ്തോത്രം. എല്ലാവരും കൈവിട്ട ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു വ്യക്തി കടന്നു വന്ന്, പരിചയമില്ലാത്ത ഒരു വ്യക്തി വന്ന്, സ്തോത്രം, നമുക്ക് വേണ്ടി ഒരു ഫേവർ കാണിക്കുന്നു. നമുക്കറിയാം ഈ വ്യക്തിയല്ല കടന്നു വന്നത്, ഇതിന്റെ പുറയിൽ ദൈവമാണ്, ദൈവത്തിന്റെ കരമാണ് പ്രവർത്തിച്ചത്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഫയലുകൾ അടച്ചു വെക്കുമ്പോൾ ഒരു സാധ്യതയില്ല, ഇനി ചാൻസ് ഇല്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ചില നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ, സ്തോത്രം, അടഞ്ഞിരിക്കുന്ന ബാക്ക് റൂമിൽ കൊണ്ടുപോയ ഫയലുകളെ സ്തോത്രം, അത് പിന്നെയും പൊക്കിക്കൊണ്ട് മേശയെ കൊണ്ടുവരുന്നത് മനുഷ്യന്റെ കരമല്ല, അതിനെ പുറകെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരമാ. That's an act of God. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. സ്തോത്രം. മരണത്തെ മോഹമായി കാണുന്ന ചില അവസ്ഥകൾ. ഡോക്ടേഴ്സ് പറയും ഈ രോഗത്തിന് വേറെ ഒരു വഴിയുമില്ല, നിങ്ങൾ ഇനിയും പ്രാർത്ഥിച്ചോ. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. സ്തോത്രം. അങ്ങനെ ഡേറ്റ് എഴുതി സമയം കുറിച്ച ചില വിഷയങ്ങളുടെ മുമ്പിൽ കടന്നു പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാത്ത, സ്തോത്രം, നമ്മുടെ ദിവസങ്ങളുടെ എണ്ണത്തെ നീട്ടുന്നത് മനുഷ്യന്റെ കരമല്ല, നമ്മൾ കഴിച്ച ആഹാരമല്ല, സ്തോത്രം, കഴിച്ച മരുന്നല്ല, അതിന്റെ പുറകെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരമാ. സ്തോത്രം. നമ്മുടെ ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ ഇത്രേ എന്നെ കൊണ്ട് കഴിയുള്ളൂ, ഇത്രേ എൻ്റെ മക്കളെ കൊണ്ട് കഴിയുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളിൽ സ്തോത്രം, നമ്മൾ അറിയാതെ തന്നെ, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുത അഡ്മിഷന്റെ വഴികൾ തുറക്കുന്നത് മനുഷ്യന്റെ കരമല്ല, നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ ഇൻഫ്ലുവൻസ് അല്ല, നമ്മുടെ പരിചയമല്ല, അതിന്റെ പുറകെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരമാ. That's a mighty hand of God. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. അങ്ങനെ പ്രവൃത്തികൾ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഈ പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ അത്ഭുത കരം കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ദൈവം ചെയ്യും, അത് ദൈവം ചെയ്യും. എന്നാൽ അതേ സമയത്ത് സ്തോത്രം, ഈ ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ ടൈം ആക്ട്. നമ്മൾ ഈ കേട്ട ചില എക്സാമ്പിളുകളിൽ നിന്ന് എപ്പോഴേലും ഒരു സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ വഴി. ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്, സ്തോത്രം, അവൻ പരിപാലകനായി മയങ്ങാതും ഉറങ്ങാതും
എപ്പോഴും സ്തോത്രം ഇടത്തും വലത്തും മുമ്പും പിമ്പും കാവലായി നിൽക്കുന്നതാണ് സ്തോത്രം അവന്റെ വഴി. മോശ പറയുന്നു, I know God, you can do miracles. എനിക്കറിയാം നീ അത്ഭുതങ്ങളുടെ ദൈവമാ. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ മരിക്കാൻ വേണ്ടി സ്തോത്രം ആ നീൽ റിവറിൽ എന്നെ കൊണ്ട് ഇട്ടതാ. ആ നീൽ റിവറിൽ കടന്ന ഞാൻ എന്നെ ഒരു കൊട്ടാരത്തിൽ അങ്ങ് കൊണ്ട് എത്തിച്ചുവെങ്കിൽ I know who you are. ഒരു വാക്ക് പോലും വ്യക്തമായി പറയാൻ കഴിവില്ലാത്ത എന്നെ കൊണ്ട് ഇത്രയും വലിയ സമൂഹത്തെ കൊണ്ട് നടിപ്പിക്കുവാൻ കർത്താവേ നീ കൊണ്ടുവരുമെങ്കിൽ എനിക്കറിയാം നീ ആരാണ്. I know who you are. I know who you are. പക്ഷെ അതിനെക്കാട്ടിലും അപ്പുറം എനിക്ക് വേണ്ടിയത് ഇന്നും നാളെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോഴൊക്കെയോ എൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു അത്ഭുതം ചെയ്യുന്ന ദൈവമല്ല എനിക്ക് വേണ്ടിയത്. സ്തോത്രം, എൻ്റെ മുമ്പും പിമ്പും കൂടെ നിൽക്കുന്നവനായ ഒരു ദൈവം, എൻ്റെ ചുറ്റും നിൽക്കുന്നവനായ ദൈവം, എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൈ പിടിച്ച് നടത്തുന്നവനായ ദൈവം. അങ്ങനത്തെ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ I know God, miracles will follow me. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും, അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം I have the living presence of God. മോശ പറയാണ്, സ്തോത്രം, എനിക്ക് വേണ്ടി ആ വഴിയാ, ആ വഴിയാണ് ഞാൻ ഇന്ന് കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. Eternal presence of the living God. അവന്റെ സാന്നിധ്യമാണ് സ്തോത്രം അവന്റെ വഴിയെ കാണിക്കുന്നത്. അവന്റെ തേജസ്സാണ് അവന്റെ വഴിയെ കാണിക്കുന്നത്. അവന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ സ്തോത്രം അവൻ പാർക്കുന്ന ഇടം, അവൻ്റെ പാർക്കുന്ന ഇടം എന്ന് പറയുമ്പോൾ സ്തോത്രം പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിൽ വരുന്നത്, നമ്മുടെ ഓർമ്മയിൽ വരുന്നത് സ്തോത്രം അവൻ്റെ കൂടാരം. സ്തോത്രം, മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തവൻ സ്തോത്രം പുതിയ നിയമത്തിൽ കൂടാരങ്ങളെ മാറ്റിവെച്ച് എൻ്റെ നിന്റെ ജീവിതം അവൻ്റെ കൂടാരമായി മാറ്റിയവനാ. സ്തോത്രം, I am the temple of the living God. മോശ പറഞ്ഞ പ്രാർത്ഥന പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്തോത്രം പ്രാപിച്ചെടുക്കുവാൻ കൃപയാൽ ദൈവം ഭാഗ്യം തന്ന സ്തോത്രം. പുതിയ കവനന്റിൽ സ്തോത്രം ദൈവം എന്നും എന്നേക്കും എൻ്റെ നിങ്ങളുടെ കൂടെ പാർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ അൺഫോർച്ചുനേറ്റ് പാർട്ട്, ആ ഒരു ഓപ്ഷൻ എനിക്കും നിങ്ങൾക്കും ഓപ്പണായി തന്നപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരങ്ങളാ. പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന കൃപയാൽ സ്തോത്രം അവന്റെ പാർപ്പിടമായി എനിക്ക് മാറ്റാം. ഞാൻ അവനെ തന്നെ എൻ്റെ പാർപ്പിടമാക്കി മാറ്റാം, അവൻ്റെ ആലയമായി എനിക്ക് മാറാം. സ്തോത്രം, എപ്പോഴും അവനെ കൊണ്ട് നടക്കാം, എപ്പോഴും അവൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഭാഗ്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുമ്പോൾ സ്തോത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തിരുവചനം പറയുന്നു, ഞാൻ മുട്ടുന്നു, വാതിൽ തുറന്നു കഴിഞ്ഞാൽ സ്തോത്രം ഞാൻ അകത്തോട്ട് വരിക. സ്തോത്രം, അകത്തോട്ട് വരുന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം എൻ്റെ ജീവിതത്തിൽ മൊത്തമോങ്ങായി എന്നെ നടത്തുവാനാ. രാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം, ആ ഒരു പ്രിവിലേജാണ് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും സ്തോത്രം ആ പ്രിവിലേജിനെക്കാട്ടിലും വലിയതാണ് അത്ഭുതം എന്ന് കരുതുന്ന ഒരു കൂട്ടം സമൂഹമാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം കാണാത്തൊരു ജനങ്ങൾ. What's the beauty of God's presence? എന്നേക്കും വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം എന്താണെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവോട് ചോദിക്കണം. നമ്മൾ പലപ്പോഴും അറിയാത്തൊരു വിഷയമാ. സ്തോത്രം, നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോഴും വേണ്ടിയത് മിറക്കിൾസാ, അത്ഭുതങ്ങളാ. സ്തോത്രം. എന്നാൽ ഞാൻ വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്നെ എന്നും അത്ഭുതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു വ്യത്യാസമാണ് ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്. സ്തോത്രം. ഗ്രഹിച്ചെടുക്കാൻ എത്ര പേർക്ക് ഇന്ന് കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്തോത്രം. When I can become a miracle, എന്നെ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ സാധ്യതയുള്ളപ്പോൾ നമ്മൾ ഇപ്പോഴും സ്തോത്രം അവിടെയും ഇവിടെയും അത്ഭുതങ്ങൾക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ കർത്താവ് കാൽവരി കുരിശിൽ യാഗമായി തീർന്നത് സ്തോത്രം എന്നെ നിങ്ങളെയും അത്ഭുതമാക്കി മാറ്റാനാ. അടുത്തുള്ള സഹോദരന് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ,
ആമേൻ, സ്തോത്രം. എന്നെയും നിങ്ങളെയും അത്ഭുതമാക്കി മാറ്റാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്. സ്തോത്രം. അവന്റെ ആലയമായി ദൈവം എന്നെ മാറ്റിയത്. സ്തോത്രം. ആമേൻ. ഇനിയും ഒരു അത്ഭുതത്തിന് വേണ്ടി അവിടെയും ഇവിടെ നോക്കാനല്ല. അവൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗാഡ്. നീയാണ്, സ്തോത്രം, ദൈവത്തിന്റെ ആലയം. സ്തോത്രം. നിന്നിലാണ് അത്ഭുതം. ലോകം പ്രതീക്ഷിക്കുന്ന അത്ഭുതം നിന്നിലാണ്. സ്തോത്രം. നീ ഉപ്പാധി വെളിച്ചമാ. സ്തോത്രം. നിന്റെ അകത്തുണ്ട്. ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആ കൃപ ദൈവം തന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തരാനാണ്. കർത്താവായ യേശു ക്രിസ്തു നിന്നിൽ വന്ന് വസിച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ അത്ഭുതം എന്നിൽ കിടക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് അവിടെ ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാവിലെ കൈ ഉയർത്തി പറഞ്ഞാട്ട്, ഐ ആം എ മിറക്കിൾ ഓഫ് ദ ലിവിംഗ് ഗാഡ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്നിൽ കൂടി ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നാ. എന്നിൽ കൂടെ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നാ. ഞാൻ ചിലർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്നാ. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം എൻ്റെ നിന്റെ അകത്ത് തന്നിരിക്കുന്ന ചില വിത്തുകളുണ്ടല്ലോ. സ്തോത്രം. ആമേൻ. അത് നിമിത്തം ചിലത് വളരണം. അത് ചില പ്രവൃത്തികളായി മാറണം. അതിൽ കൂടെ കർത്താവ് ചില കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്തെടുക്കണം എന്നാണ് ദൈവം, ആമേൻ, സ്തോത്രം, ഈ കൃപാവരങ്ങൾ ദൈവം എനിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. He has given me this because he wants to use me to be a miracle to somebody. മറ്റൊരു വ്യക്തിക്ക് ഒരു അനുഗ്രഹമായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മോശ പറഞ്ഞു, I want to see your way. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന്. സ്തോത്രം. ദൈവിക വഴി എന്ന് പറയുന്നത് അവൻ്റെ സാന്നിധ്യമാ, അവൻ്റെ കൂടാരമാ, അവൻ്റെ സമൂഹമാ, എൻ്റെ കൂടെ വസിക്കുന്ന ദൈവം. ആമീൻ. സ്തോത്രം. എന്നെ അത്ഭുതമായി മാറ്റുന്ന ദൈവം. ഓരോ ദിവസവും, സ്തോത്രം, ആമീൻ, എന്നെ എൻ്റെ ജീവിതം കൊണ്ട്, സ്തോത്രം, മറ്റ് അനേകർക്കൊരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം. ആ ദൈവമാണ് എൻ്റെ ദൈവം. സ്തോത്രം. രണ്ടാമത്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, സ്തോത്രം, പ്രത്യേക സമയങ്ങളിൽ, പ്രത്യേക ബുദ്ധിമുട്ട് നേരങ്ങളിൽ അവന്റെ ശക്തിയെ കാണിക്കുന്നതാണ് ദ ആക്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. ചെങ്കടലിന് മുമ്പ് ഇസ്രായേൽ ജനങ്ങൾ നിൽക്കുന്നു. സ്തോത്രം. മോശ വിശ്വാസത്തോട് കയ്യിലിരിക്കുന്ന കമ്പെടുത്ത് ആ വെള്ളത്തിലടിച്ചപ്പോൾ ആ ചെങ്കടൽ രണ്ടായി പിരിയുന്നു. ആ ദൈവത്തിന്റെ വഴിയാ, ദൈവത്തിന്റെ പ്രവൃത്തിയാ. സ്തോത്രം. ദാറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. പ്രത്യേക നിമിഷങ്ങളിൽ ദൈവം ഇന്റർവീൻ ചെയ്യും. ഇറങ്ങി വന്ന് നിയമങ്ങളെ മാറ്റിത്തരും. ആക്ട് ഓഫ് ഗോഡാ. സ്തോത്രം. കടന്നു വന്ന് ഒരു അത്ഭുതം ചെയ്തു തരും. ആക്ട് ഓഫ് ഗോഡാ. സ്തോത്രം. സൂര്യനെ നിൽക്കാൻ പറയും. സ്തോത്രം. ടൈം ലിമിറ്റ് മാറ്റിത്തരും. സ്തോത്രം. ഡെഡ് ലൈനുകൾക്ക് നീളം കൂട്ടിത്തരും. ഏജ് ഫാക്ടറിനെ കുറച്ചു തരും. അതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാ. സ്തോത്രം. ആക്ട് ഓഫ് ഗോഡ്. എന്നാൽ ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്, സ്തോത്രം, അങ്ങനെ ചില സമയങ്ങളിൽ വന്ന് പ്രവർത്തിക്കുന്ന ചില അത്ഭുതങ്ങളല്ല. ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്, സ്തോത്രം, എന്നും, ആമേൻ, സ്തോത്രം, എപ്പോഴും അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് രുചിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ് ദൈവത്തിന്റെ വഴി. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ അവൻ പറയും, ഐ ജസ്റ്റ് ടേസ്റ്റിംഗ് ഹിം. ഞാൻ രുചിക്കുന്നു. ആമേൻ, സ്തോത്രം, തേനെക്കാട്ടിലും മാധുര്യമായി എന്നെ നടത്തുന്നവനായ ദൈവം. സ്തോത്രം. ദാറ്റ്സ് എ സ്കെയിൽ. അതൊരു മെഷർമെന്റാ. എൻ്റെ വഴി നടത്തുന്ന വഴി പോലെ ആയിരിക്കത്തില്ല പ്രിയ സഹോദരൻ നിന്റെ വഴി കൂടി നടത്തുന്നത്. എന്നാൽ എനിക്കുള്ളത് എനിക്ക് സമൃദ്ധിയാണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു കണ്ണുണ്ടെങ്കിൽ, സ്തോത്രം, ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഐ ഫീൽ ഹാപ്പി ഇൻ ദാറ്റ്. മേ ബി ഐ ഡോണ്ട് ഹാവ് വാട്ട് യു ഹാവ്. നിന്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കാം, പക്ഷെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലം. എനിക്കുള്ളത് മാധുര്യമുള്ളതാ. What I have, I'm grateful to God. എനിക്കുള്ളത്, സ്തോത്രം, നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ദൈവത്തിന്റെ ഒരു വഴിയാ. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത്ഭുതമായി അവിടെയും ഇവിടെ ഇന്റർവീൻ ചെയ്യുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്, സ്തോത്രം, ആമേൻ, എപ്പോഴും സന്തോഷിക്കുവാനുള്ള ഹൃദയം. എപ്പോഴും സന്തോഷിക്കുവാനുള്ള ഹൃദയം. രാവിലെ എത്ര പേർ ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഏവാരികളുടെ ഹൃദയത്തില്ലാത്ത മാമിൻ കയ്പിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതൊന്ന് വിട്ട് കളയണം. എനിക്കില്ലാത്തത് എൻ്റെ വിഷയമല്ല, എനിക്ക് ഉള്ളതാണ് എൻ്റെ വിഷയം. എനിക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് ഇല്ലാത്തതിനെക്കാട്ടിലും എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ദൈവം തന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇല്ലാത്തതിനെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. സ്തോത്രം. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ മടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഒന്ന് സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. സ്തോത്രം, സ്തോത്രം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ഒരു മഴ പോലെ അടിക്കുന്ന അത്ഭുതങ്ങളെ പറ്റി പലപ്പോഴും പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എക്സ്ട്രാordinary വർക്ക് ഓഫ് ഗാഡ്. സ്തോത്രം. അത് ആക്ട് ഓഫ് ഗാഡാ, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാ. അതൊരു മഴ പോലെ വന്നു അടിച്ചു പോയി. സ്തോത്രം. ക്രൂസൈഡുകൾക്ക് എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. സ്തോത്രം. ഒരു കൺവെൻഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. സ്തോത്രം. ആ കൺവെൻഷന്റെ ആ ഉണർവും ആ സന്തോഷവും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം ഒരു മഴ അടിച്ചു പോല, അല്ലെങ്കിൽ ചേമ്പിന്റെ താളിൽ വെള്ളം വീണു പോലെ നിൽക്കുമോ? നിൽക്കത്തില്ല. സ്തോത്രം. എന്നാൽ അതേ സമയത്ത് ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് ഒരു മഴ അടിക്കുന്ന പ്രവൃത്തി പോലല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റെയിൻ. അതൊരു മഞ്ഞ് പെയ്യുന്ന പോലെ. സ്തോത്രം. അതിങ്ങനെ രാത്രി മൊത്തവും പെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. ആമേൻ. രാത്രി മൊത്തവും അത് പെയ്ത് സ്തോത്രം അവിടെയുള്ള ആമേൻ സ്തോത്രം ആ അറ്റ്മോസ്ഫിയറിനെ മൊത്തം അങ്ങ് സോക്ക് ചെയ്യും. സ്തോത്രം. വെറും ഒരു താൽക്കാലിക അനുഗ്രഹമല്ല ഞാൻ പ്രാപിക്കാൻ പോകുന്നത്. സ്തോത്രം. വെറും താൽക്കാലിക ഒരു അത്ഭുതമല്ല ഞാൻ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ. ആമേൻ സ്തോത്രം. വെറും കാര്യം സാധിക്കാൻ വേണ്ടി അല്ല. ആമേൻ സ്തോത്രം. ആ സമയത്ത് ആ അത്ഭുതങ്ങൾ സ്തോത്രം ആമേൻ ആ ഒരു അനുഗ്രഹം ദൈവത്തിന്റെ വഴിയിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് സ്തോത്രം എൻ്റെ സാന്നിധ്യ നിമിത്തം പ്രൈസ് ദി ലോർഡ് എൻ്റെ ജീവിതം മൊത്തവും എന്നെ സോക്ക് ചെയ്തെടുക്കുന്നതാ. സ്തോത്രം. പിന്നെ എൻ്റെ നീഡ് ബേസ്ഡ് ആയിരിക്കത്തില്ല ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. സ്തോത്രം. എൻ്റെ രോഗമല്ല ദൈവമായിട്ട് എന്നെ അടുപ്പിക്കുന്നത്. സ്തോത്രം. എൻ്റെ ഇല്ലായ്മകളല്ല എൻ്റെ ദൈവമായിട്ട് എന്നെ അടുപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉള്ളതല്ല എൻ്റെ ദൈവമായിട്ട് അടുപ്പിക്കുന്നത്. സ്തോത്രം. ദൈവ സാന്നിധ്യം കടന്നു വന്നപ്പോൾ സ്തോത്രം എൻ്റെ ഫോക്കസ് മൊത്തം കർത്താവായി മാറി, ക്രിസ്തുവായി മാറി. സ്തോത്രം. ക്രിസ്തുവിന്റെ ഫോക്കസായി മാറി കഴിയുമ്പോൾ സ്തോത്രം രാത്രി മൊത്തം പെയ്യുന്ന മഞ്ഞുപോലെ അവൻ സർക്കംസ്റ്റാൻസസ് എന്തായി മാറട്ടെ, സിറ്റുവേഷൻസ് എന്തായി മാറട്ടെ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഐ നോ I am in the safe hands of the living God. നന്മയല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു കാരണമുണ്ട്. തക്ക സമയത്ത് അതിൻ്റെ മാധുര്യം ആമേൻ രുചിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തികൾ ചെയ്യും. ഇന്നലത്തെക്കാട്ടിലും ഇന്ന് ഞാൻ ശ്രേഷ്ഠമായി എൻ്റെ ദൈവം എന്നെ നയിക്കും എന്നുള്ള ഉറപ്പ് വരുന്നത് സ്തോത്രം അവൻ്റെ ആ സാന്നിധ്യം, അവൻ്റെ ആ വഴി. സ്തോത്രം. അങ്ങനെ രുചിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതങ്ങൾ എന്നിലും നിങ്ങളിലും വിശ്വാസത്തെ ജനറേറ്റ് ചെയ്യും. It helps us to see grow the faith in us. നമ്മളിൽ ദൈവത്തിന്മേലുള്ള വിശ്വാസത്തെ വളർത്തും. Praise the Lord. ഡോക്ടേഴ്സിനെ കൊണ്ട് സാധിക്കാത്തൊരു രോഗം പെട്ടെന്ന് സൗഖ്യമാകുമ്പോൾ വീണ്ടും ഒരു ഉറപ്പ്, കർത്താവേ വിശ്വാസമുണ്ട്. സ്തോത്രം. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ദൈവം ചെയ്തു തരുമ്പോൾ ഒരു ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്. യെസ് ഗോഡ്, ഐ ബിലീവ് ഇൻ യു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വഴി സ്തോത്രം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു ജനറേറ്റ് ഫെയ്ത്ത് ഇൻ us, ബട്ട് ഇറ്റ്സ് ടു മേക്ക് us faithful. എന്നെയും നിങ്ങളെയും വിശ്വസ്തരാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ വഴിയാ. സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ട് വിശ്വാസമുള്ളവരായും നമുക്ക് ജീവിക്കാം, എന്നാൽ വിശ്വസ്തരല്ലാതും ജീവിക്കാം. വിശ്വസ്തരായി ജീവിക്കണമെങ്കിൽ അവന്റെ സാന്നിധ്യം എൻ്റെ കൂടെ നിൽക്കണം. അവനുള്ളവനായി ഞാൻ മാറണം. അവന്റെ വഴി എൻ്റെ കൂടെ നിൽക്കണം.
അല്ലെങ്കിൽ സ്തോത്രം എപ്പോഴും അത്ഭുതങ്ങളുടെ പുറകെ പോകുന്ന ഒരു കൂട്ടം ജനങ്ങളെ പോലെ എപ്പോഴും ആമേൻ അത്ഭുതം ആകർഷിക്കുന്ന ഒരു കൂട്ടമായി മാറാം. നാളെ ജീവിതത്തിൽ ഉഷ്ണം വരും കേട്ടോ, ചൂട് വരും, പ്രയാസം വരും, നിന്ദകൾ വരും, അപമാനം വരും. സ്തോത്രം ഈ ദുഃഖങ്ങളും നിരാശകളൊക്കെ കയറി വരുമ്പോൾ സ്തോത്രം ഇതൊന്നും എനിക്ക് വിഷയമല്ലാതെ മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം when I know that God is with me, when I know that His ways are with me, അവന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്നറിയുമ്പോഴാണ് സ്തോത്രം എനിക്കറിയാം ആമേൻ സ്തോത്രം ഇന്നലെ എന്നെ നയിച്ചവനായ ദൈവം അവൻ്റെ കൂടെ വിശ്വസ്തയോടെ നിൽക്കണം, വിശ്വസ്തയോടെ നിൽക്കണം. സ്തോത്രം. എന്നെ നിങ്ങളെ വിശ്വസ്തന്മാരാക്കിയ മാറ്റാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവനെ തള്ളി പറയുന്നത് ഒരു വിശ്വസ്തൻ്റെ അടയാളമല്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ സ്തോത്രം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വിശ്വസ്തൻ്റെ സ്വഭാവമല്ല. സ്തോത്രം. വിശ്വസ്തന്മാരുടെ അടയാളം എന്താണെന്നറിയാമോ? സ്തോത്രം. അവരെന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കത്തില്ല, പറഞ്ഞത് ചെയ്യാൻ ആഗ്രഹിക്കാം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചില കുഞ്ഞുങ്ങളുണ്ട് സ്തോത്രം, ഞാൻ ഇത് ചെയ്താൽ എന്ത് കിട്ടും ചോദിക്കും. നമ്മൾ പലരും അങ്ങനല്ലേ? ഒരു കമാൻഡ്, ദൈവ കമാൻഡ് ഉണ്ടെങ്കിൽ സ്തോത്രം നമ്മൾ ചോദിക്കും, ഞാൻ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതനുസരിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സ്തോത്രം. എന്നാൽ യോബ് പറഞ്ഞു സ്തോത്രം, എൻ്റെ ശരീരം മൊത്തം ക്ഷയിച്ചു പോയാലും that's faithfulness. അതാ വിശ്വസ്തൻ. സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ട വിശ്വാസമുള്ളവരെ ചേർക്കാനല്ല കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിലേക്ക് കടന്നു വരുന്നതാ. സ്തോത്രം. അവനു വേണ്ടി കാത്തിരുന്ന് സ്തോത്രം വിശ്വസ്തന്മാർ അന്വേഷിക്കുന്ന ദൈവമാണ് എൻ്റെ നിങ്ങളുടെ ആ ദൈവം. തിരുവചനം പറയുന്നു സ്തോത്രം, ദൈവ യഹോവയുടെ കണ്ണ് അവൻ ലോകത്തിൽ വിശ്വസ്തന്മാരെ അന്വേഷിച്ചുകൊണ്ട് നടന്നു. അത്ഭുതം കണ്ടവരെ അന്വേഷിച്ചുകൊണ്ട് നടന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തെ വിശ്വസിക്കുന്നവരെ കണ്ടോണ്ട് അവൻ അന്വേഷിച്ചുകൊണ്ട് നടന്നെന്നല്ല തിരുവചനം എഴുതിയിരിക്കുന്നത്. The eyes of God was searching for the faithful. വിശ്വസ്തന്മാരെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇന്ന് എത്ര പേരുണ്ട് വിശ്വസ്തന്മാരായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? മോശ പറഞ്ഞു, God, it's a privilege. മോശ പറഞ്ഞു, it's a privilege to lead these people. ഈ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാ, വലിയ അനുഗ്രഹമാ. പക്ഷെ എൻ്റെ ഓട്ടം ഓടി തികച്ചു കഴിയുമ്പോൾ നല്ലവനും ഓർക്ക പറഞ്ഞാട്ടെ വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്തുമാത്രം വീരസ്യങ്ങൾ ചെയ്തെന്ന് എന്നോട് കർത്താവ് കണക്ക് ചോദിക്കത്തില്ല. എന്തുമാത്രം അത്ഭുത പ്രവർത്തികൾ ചെയ്തു എന്ന് ദൈവം കണക്ക് ചോദിക്കത്തില്ല. എന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില താലന്തുകളുണ്ട്, ദൈവം തന്നിരിക്കുന്ന ചില കൃപകളുണ്ട്, ദൈവം തന്നിരിക്കുന്ന ചില വിഷയങ്ങളിൽ സ്തോത്രം ഞാൻ എന്തുമാത്രം വിശ്വസ്തനായിരുന്നു എന്ന് നോക്കും. ദൈവത്തിന്റെ കണ്ണുകൾ വിശ്വസ്തന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ സ്തോത്രം എത്ര പേർ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു? വിശ്വസ്തന്മാരുടെ എണ്ണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇന്നലെ ഉള്ള വിശ്വസ്തന്മാർ പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോൾ ഇന്ന് വീണുപോകുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഈ ഒരു പ്രത്യേക ആരാധന നേരത്തിൽ എത്ര പേർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞാൻ വിശ്വസ്തനായി നിലനിൽക്കുവാൻ ദൈവം സഹായിക്കണമേ, വിശ്വസ്തനായി നിലനിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. ഒരു കൈത്തിരി പോലെ കത്തിയെരിഞ്ഞ് അവസാനം വരെയും സ്തോത്രം അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. The eyes of the Lord are searching for such people. ദൈവത്തിന്റെ കണ്ണുകൾ സ്തോത്രം അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. That's the ways of God. അതാ ദൈവത്തിന്റെ വഴി. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി will attract a crowd. വലിയൊരു കൂട്ടത്തെ ആകർഷിക്കും. സ്തോത്രം.
എന്നാൽ ദൈവത്തിൻ്റെ വഴി ഒരു സ്ട്രോങ് സഭയെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. കൂട്ടം പലരുമായി പല കൂട്ടങ്ങളായി കടന്നു വരും. എന്നാൽ ആ കൂട്ടം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. എന്നാൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനുള്ള സഭ ആവശ്യമാണെങ്കിൽ സ്തോത്രം, അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വഴിയുള്ളവർ വേണം, വിശ്വസ്തന്മാരുള്ളവർ വേണം, ദൈവസന്നിധി നിലനിൽക്കുന്നവരായി വേണം. ആമേൻ. ദൈവവചനത്തിനെ അനുസരിക്കുന്നവരായി ഉണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം ഒരു സ്ട്രോങ് സഭ കെട്ടി ഉയർത്താൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ആ സഭയെ നോക്കിയാണ് സ്തോത്രം സർവശക്തനായ ദൈവം പറയുന്നത്, ഞാൻ അവരുടെ ഇടയ്ക്കുണ്ട്, ഞാൻ അവരുടെ ഇടയ്ക്കുണ്ട്. മിറക്കിൾസ് നോക്കുമ്പോഴല്ല, അത്ഭുതങ്ങൾ നോക്കുമ്പോഴല്ല. സ്തോത്രം. അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത മാത്രമേ ഉള്ളൂ. ദൈവം വിശ്വസ്തനായ ദൈവമാണ്, ദൈവം ശക്തനായ ദൈവമായോണ്ടാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു സ്ട്രോങ് സഭ നമ്മുടെ സഭയായി മാറണമെങ്കിൽ സ്തോത്രം വിശ്വസ്തന്മാർ അവിടെ കാണണം. ദൈവ സന്നിധിയിൽ സ്തോത്രം വിശ്വസ്തന്മാർ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം സഭ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ള സഭയായി മാറത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവരുടെക്ക് യേശുവുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടങ്ങളിൽ സ്തോത്രം ആരാധിക്കുമ്പോൾ ആമീൻ സ്തോത്രം മൂന്നാമത്തവനായി അവൻ ഇറങ്ങി വരും, അവരുടെ ഇടയ്ക്ക് നടക്കും. ആമീൻ സ്തോത്രം. അവരുടെ കൈ പിടിക്കും, അവരുടെ കണ്ണുനീർ തുടയ്ക്കും, അവരോട് സംസാരിക്കും, അവരെ ആശ്വസിപ്പിക്കും, അവരെ ബലപ്പെടുത്തും, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. കാരണം അവൻ വിശ്വസ്തനായ ദൈവമാ. മാത്രമല്ല ഈ കൂട്ടം അവന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാ. രാവിലെ സ്തോത്രം കടന്നു വരുമ്പോൾ എത്ര പേര് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു മിറക്കിൾ കാണാൻ ദൈവം സഹായിക്കണമെന്ന്? അതോ നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണമെന്ന്? I want your presence. I want your presence. അവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത്ഭുതം കൂടെ ചെല്ലും. അവൻ്റെ സാന്നിധ്യം അവൻ്റെ വഴിയുണ്ടെങ്കിൽ സ്തോത്രം അവൻ തന്നെ അത്ഭുതവും ആമേൻ അത്ഭുതമായ വഴികൾ തുറക്കും. ആമേൻ സ്തോത്രം. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം അവൻ തന്നെ ആമേൻ എനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തോളും. You don't have to worry because you have the King of the Kings. You have the Lord of Lords. നിന്റെ കൂടെ വലിയ രാജാവുണ്ട്. സ്തോത്രം. വീരനായ ദൈവമുണ്ട് നിന്റെ കൂടെ. അത്ഭുതങ്ങളുടെ ദൈവമാ. ഇല്ലാത്തതുള്ളതുപോലെ വിളിച്ചു വരുത്തിക്കുന്നവൻ നിന്റെ കൂടെ ഉണ്ട്. രാവിലെ സ്തോത്രം കർത്താവേ എന്നെ വിശ്വസ്തനാക്കി മാറ്റണം എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നു? ആ മുട്ടുകളൊന്ന് മടക്കാമോ? സർവശക്തനോടൊന്ന് പ്രാർത്ഥിക്കാമോ? എന്നെ വിശ്വസ്തനാക്കി മാറ്റണമേ, എന്നെ വിശ്വസ്തനാക്കി മാറ്റണമേ. ആ കാഹളധ്വനി കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ എൻ്റെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്രയുണ്ട്? രണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാവിലെ നല്ലവനും വിശ്വസനുമായ എൻ്റെ ദാസനെ, നല്ലവനും വിശ്വസനുമായ എൻ്റെ ദാസനെ. അവൻ വേറെ ഒന്നിൻ്റെയും കാര്യങ്ങൾക്ക് എണ്ണം ചോദിക്കത്തില്ല. എന്ത് കാര്യങ്ങൾ നീ ചെയ്തെടുത്തു എന്ന് വേറെ ഒന്നും അവന് പ്രശസ്തിയില്ല. I've been searching for faithful people. ആമേൻ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന വേറെ ആർക്കും സംഭവിക്കാതിരുന്നപ്പോൾ സ്തോത്രം ദൈവമേ യേശുവേ 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 എന്ന് വിളിച്ചോണ്ടിരുന്നവർ ഈ വഴി വിട്ടുകളയരുതോ എന്ന് ചോദിച്ചപ്പോൾ സ്തോത്രം ഞാൻ ഇവനെ വിട്ടുകളയില്ല, ഇവൻ എൻ്റെ ദൈവമാണ് എന്ന് വിളിച്ചു പറഞ്ഞവർ അവരാ വിശ്വസ്തർ. അവരാണ് വിശ്വസ്തർ. അവർക്ക് വേണ്ടിയാണ്, അവരെയാണ് ശ്രദ്ധിക്കുന്ന ദൈവം, അവരെ അന്വേഷിക്കുകയാണ് എൻ്റെ ദൈവം. ആഴി
കൃപയും